ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, പരിശുദ്ധമായ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളുമൊക്കെയും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് കാൽവറി ക്രൂശിലേക്ക് നടന്നെടുക്കുവാൻ ഈ പരിശുദ്ധമായ നോമ്പ് നമുക്ക് ഇടയാകണം. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കും മനനത്തിനുമായി ദൈവത്തിൽ ശരണപ്പെട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സദൃശ്യവാക്യം 6-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ബാറക്കുമോർ, മടിയ, നീ ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക, അതിന്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. അതിന് നായകനും മേൽവിചാരകനും അധിപതിയുമില്ലാതെ ഇരുന്നിട്ടും വേനൽക്കാലത്ത് തന്റെ ആഹാരം ഒരുക്കുന്നു, കൊയ്ത്തുകാലത്ത് തന്റെ തീൻ ശേഖരിക്കുന്നു. ജ്ഞാനിയായ ശലോമോന്റെ പുസ്തകം എന്നാണല്ലോ സദൃശ്യവാക്യങ്ങളുടെ വിശേഷണം. അതുകൊണ്ട് തന്നെ ഓരോ വാക്യവും നിത്യജീവിതത്തിൽ നാം ശ്രദ്ധിച്ചു പുലർത്തേണ്ട സാധാരണ കാര്യങ്ങളെ അല്പം സൂക്ഷ്മബുദ്ധി കൊണ്ട് നോക്കിക്കാണുവാൻ നമ്മെ പഠിപ്പിക്കുന്നു. ഈ വേദഭാഗം ആരംഭിക്കുന്നത് തന്നെ മടിയ എന്ന സംബോധനയിലാണ്. പിന്നീട് നാം പിന്തുടരേണ്ടതായ ചില ആഹ്വാനവും അവിടെ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഉറുമ്പ് എന്നൊരു ജീവജാലത്തെ ഉദാഹരണമായി എടുത്തുകൊണ്ടാണ് വചനം മുന്നിലേക്ക് ആശയങ്ങളെ അവതരിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഉറുമ്പെന്ന ജീവി ഇവിടെ എടുത്തു പറയുന്ന ഒരു ഉദാഹരണമായി മാറുന്നത്? സദൃശവാക്യങ്ങൾ 30-ാം അധ്യായം 25-ാം വാക്യം കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഉറുമ്പ് ജീവജാലങ്ങളിൽ ചെറുതാണെങ്കിലും അല്ലെങ്കിൽ ബലഹീന ജാതിയെങ്കിലും അത്യന്തം ജ്ഞാനമുള്ളവയിൽ ഒന്നാമതായി രേഖപ്പെടുത്തുന്ന ജീവജാലമാണ്. ഇംഗ്ലീഷ് പരിഭാഷ നാം ഒന്ന് പരിശോധിക്കുമ്പോൾ അവിടെ ഈ വേദഭാഗം സംബോധന ചെയ്ത് ആരംഭിക്കുന്നത് മടിയ എന്ന വാക്കിന് സ്ലഗേഡ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്ലഗേഡ് എന്ന വാക്കിന്റെ അർത്ഥം ദ വൺ ഹൂ ഹാബിച്വലി ഇനാക്റ്റീവ്, അതായത് സ്ഥിരമായി പ്രവർത്തനരഹിതനായിരിക്കുന്നവൻ, അതല്ലെങ്കിൽ നിത്യവും മടി പിടിച്ചിരിക്കുന്നവൻ എന്നൊക്കെയാണ്. അങ്ങനെ നോക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസാക്ഷിക്ക് നേരെ ഒരു ചൂണ്ടുവിരലായി അല്ലെങ്കിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഈ വാക്യം. നമ്മെ ഏൽപ്പിക്കപ്പെട്ട ദൈവീക നിയോഗങ്ങൾക്ക് മുമ്പിൽ നിത്യവും പ്രവർത്തനരഹിതരായി പോകുന്നുണ്ടോ, അല്ലെങ്കിൽ മാനുഷികമായ മടി ഒരു ശീലമാക്കിയവരാണോ ഞാനും നിങ്ങളുമെന്ന് ഒരിക്കൽ കൂടി ഒരു ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, അവിടെയാണ് ഒരുപക്ഷെ വളരെ അപ്രസക്തമെന്ന് നമുക്ക് തോന്നുന്ന ഒരു ജീവജാലം നമ്മെ ജ്ഞാനത്തിലേക്ക് നയിക്കുന്നത്. ഒരു കൊച്ചു ജീവിയായ ഉറുമ്പിന്റെ ജീവിതത്തിലും വചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് 2 കാര്യങ്ങളാണ്. പ്രിയമുള്ളവരെ, ഒന്നാമതായി സ്ഥിരോത്സാഹമുള്ളവരായിരിക്കുവാൻ നമുക്ക് സാധിക്കണം. മടി ഒരു ശീലമാക്കിയവർ എന്നുള്ളതിന്റെ നേർ വിപരീത പദമാണ് സ്ഥിരോത്സാഹം എന്നത്. ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയും സ്ഥിരമായി ഉത്സാഹിക്കുന്നവരെ കുറിക്കുന്ന വാക്കാണത്. അങ്ങനെയുള്ള മനുഷ്യരുടെ പ്രത്യേകത അവർ അതിൽ നിന്ന് യാതൊരു നേട്ടമോ ലാഭമോ പ്രതീക്ഷിക്കാതെ അധ്വാനിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ തിങ്കളാഴ്ചയും നാം 3-ാം മണി നമസ്കാരം ചൊല്ലുമ്പോൾ ഇങ്ങനെ പാടുന്നുണ്ടല്ലോ: അധിപതിയാഗതനാകുമ്പോൾ മുന്തിരി തൻ തോപ്പിൽ ജാഗ്രതയോട് അധ്വാനിക്കും ഭൃത്യന്മാർ ധന്യർ. മുഴുവകൾ കൂടെ അധ്വാനിച്ചോരെ അവനര കെട്ടി പരികർമ്മിച്ചിടും. ജനകനിരുത്തും പന്തിക്കായി തനയൻ സേവിക്കും. ആശ്വാസപ്രദനാം റൂഹ മകുടം നിർമ്മിക്കും. ഹാലേലുയ്യ തലകളിൽ അണിയിക്കും. ദൈവീക ജീവിതം ആഗ്രഹിച്ച് അതിനായി വിളിക്കപ്പെട്ട് അത്യധികം പരിശ്രമിച്ച് സ്ഥിരോത്സാഹത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേരുവാൻ ഈ പരിശുദ്ധമായ നോമ്പ് നമുക്ക് ഇടയാകണം. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വാർത്ഥ ലാഭങ്ങൾക്കു വേണ്ടിയല്ലാതെ ദൈവരാജ്യത്തിനു വേണ്ടി ആത്മാർത്ഥമായി സ്ഥിരോത്സാഹം പ്രവർത്തിക്കുന്നുവെങ്കിൽ തീർച്ചയായും പരിശുദ്ധ തൃത്വം നമ്മെ ശുശ്രൂഷിക്കുവാൻ സന്നദ്ധമാകും എന്നതാണ് വചനഭാഷ്യം. രണ്ടാമതായി, ആന്തരികമായി ഒരച്ചടക്കം പരിശീലിക്കുവാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ ഏതു കാര്യത്തിനും ഒരു പരിധിവരെയെങ്കിലും കൃത്യമായ ക്രമീകരണം പാലിച്ച് ആന്തരിക അച്ചടക്കത്തിന്റെ ഭാഗമാകുവാൻ നമ്മുടെ ജീവിതം ഇടയാകണം.
ഉറുമ്പ് തനിക്ക് മേൽവിചാരകന്മാരോ അധിപന്മാരോ ഇല്ലാതെ ഇരുന്നിട്ടും അത് തന്റെ കർത്തവ്യത്തിൽ നിന്ന് പിന്മാറുന്നില്ല. മറിച്ച് സ്ഥിരോത്സാഹത്തോടുകൂടി തന്റെ കർത്തവ്യങ്ങളെ കൃത്യമായി ചെയ്യുവാനായിട്ട് അത് ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉറുമ്പ് കാണിച്ചു തരുന്ന ഈ മാതൃക വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. പ്രിയമുള്ളവരെ, ആരുടെയും അധികാരമോ ശ്രദ്ധയോ ഇല്ലെങ്കിലും അവനവന്റെ മനസാക്ഷിക്ക് നീതിയായി തോന്നി സ്വയം ജീവിതത്തിൽ കൃത്യമായും അച്ചടക്കത്തോടെയും സ്ഥിരോത്സാഹത്തോടുകൂടിയും ജീവിതം ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് നമ്മുടെ പെരുമാറ്റങ്ങളിലാകട്ടെ, ഇടപെടലുകളിലാകട്ടെ, നമ്മിലൂടെ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് സാക്ഷിക്കുവാനായിട്ട് നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് ഇടയാകണം. അതിനായിട്ടാണല്ലോ പരിശുദ്ധമായ നോമ്പും ഉപവാസവും യാമനമസ്കാരങ്ങളും പ്രാർത്ഥനയുമൊക്കെയും ക്രമീകരിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ യാത്ര ചെയ്യുന്ന നാം ഓരോരുത്തരും സ്ഥിരോത്സാഹത്തോടെ അച്ചടക്കത്തോടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം ദൈവസന്നിധിയിൽ ഭംഗിയായും കൃത്യമായും ചെയ്യുവാനായിട്ട് ഈ നോമ്പുകൊണ്ട് നമുക്ക് ഇടയാകും. അപ്രകാരം ഉറുമ്പിനെ പോലെ ദൈവസന്നിധിയിൽ അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുവാൻ നമുക്ക് ഇടയാകണം. അപ്രകാരം നമ്മുടെ ജീവിതങ്ങൾ ജീവിക്കുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം അർത്ഥപൂർണമായി തീരുകയുള്ളൂ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എൻ്റെ എളിയ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. ദൈവം ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.